നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മറുപടി നൽകിയിരുന്നു. ഈ മറുപടിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മാത്രമല്ല, തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് നടത്തിയിട്ടില്ല, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ACPയെയും ജില്ലാ കളക്ടറെയും നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ അടുത്ത ബന്ധുക്കൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ACP പറഞ്ഞതനുസരിച്ചാണ് കളക്ടറുമായി ബന്ധപ്പെട്ടതെന്നും ആദ്യം കളക്ടർ ഫോൺ എടുത്തില്ല എന്നും പക്ഷെ ഒപ്പമുള്ളയാളെ വിളിച്ച് കളക്ടറെ വിവരം അറിയിച്ചു, അതിനുശേഷമാണ് ഫോണിൽ സംസാരിച്ചതെന്നും ആരോപണ വിധേയയുടെ ഭർത്താവും പ്രശാന്തനും പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടതെന്നും ഈ ബന്ധുക്കൾ പ്രതികരിച്ചിരിക്കുകയാണ്. എന്നാൽ കളക്ടർ കൊടുത്ത മറുപടിയാകട്ടെ, നിങ്ങൾ പേടിക്കേണ്ട എന്നായിരുന്നു. ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തില്ല എന്ന് കളക്ടർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ കളക്ടർ നൽകിയ ഉറപ്പ് മുഖവിലക്കെടുക്കുകയായിരുന്നു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ കോളുകൾ റെക്കോർഡ് ചെയ്തിരുന്നില്ല, ഇപ്പോഴാണെങ്കിൽ റെക്കോർഡ് ചെയ്യുമായിരുന്നു. കേസിൽ പ്രശാന്തനെ പ്രതിയാക്കണമെന്ന കുടുംബത്തിന്റെ പരാതി ഇതുവരെ പോലീസ് പരിഗണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആ പരാതിയുടെ പേരിൽ മാത്രം പോലീസിന് പ്രശാന്തനെ പ്രതിയാക്കാവുന്നതാണെന്നും നവീന്റെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രശാന്തനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണെന്നും പ്രതിയാക്കി അന്വേഷണം നടത്താവുന്നതായിരുന്നുവെന്നും കുടുംബം പറയുന്നു. അന്വേഷണം നടത്തിയാൽ കോൾ ഹിസ്റ്ററി ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും. പ്രശാന്തൻ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ നടപടിയിലേക്ക് പോകാത്തതെന്നും ഇക്കാര്യം കോടതിയിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും നവീന്റെ ബന്ധുക്കൾ പ്രതികരിക്കുകയുണ്ടായി. അതേസമയം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി നമുക്ക് നോക്കാം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്നും ഇത് സംബന്ധിച്ച നിഗമനങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നതിന്റെ കാരണം പരിശോധിച്ചിട്ടുണ്ടോ എന്നുമുള്ള ചോദ്യത്തിന് വിശദമായ അന്വേഷണം നടത്തുകയാണ് എന്നാണ് മുഖ്യമന്ത്രി മറുപടി. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായക നീക്കം നവീൻ ബാബുവിന്റെ കുടുംബം നടത്തിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വസ്തുതകൾ പരിഗണിക്കാതെയായിരുന്നു സിംഗിൾ ബെഞ്ച് വിധിയെന്നായിരുന്നു അപ്പീലിലെ പ്രധാന വാദം. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ടെന്നും ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്തെന്നും സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്നുമായിരുന്നു അപ്പീലിൽ വ്യക്തമാക്കിയിരുന്നത്. സമാന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് കുടുംബം നീങ്ങിയത്. എന്തായാലും വസ്തുതകൾ കാര്യമായി പരിശോധിക്കാതെയാണ് നേരത്തെ ഹർജി തള്ളിയതെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. നേരത്തെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചായിരുന്നു ഈ ഒരു കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്ന ആവശ്യം തള്ളിയത്. ഈ വിധി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത്. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തുന്നില്ല എന്നും ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നേരായ രീതിയിലാണ് നടക്കുന്നത്. മാത്രമല്ല, നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ കവിഞ്ഞ് കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള ഒരു നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. മാത്രമല്ല, CBIയോട് കോടതി കേസ് അന്വേഷണം CBI ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ CBIയുടെ നിലപാട് ചോദിച്ചപ്പോൾ CBI കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാം എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു ഹർജി കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്ത് വിധി ഈ ഒരു ഹർജിമേൽ ഉണ്ടാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.